ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്നൂടെ. എന്നാലും ഉണ്ണീശോയെ കണ്ടില്ലേ? ഉണ്ണീശോയെ കണ്ടപ്പോ ഉണ്ണീശോ കരയുന്നുണ്ടായിരുന്നോ? അമ്മമാർ കരയുന്നുണ്ടായിരുന്നോ? ഇല്ല. ഉണ്ണീശോ കൈയൊക്കെ ചപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ണീശോ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞു. എന്തിനാന്നറിയാവോ? ആ അതിന്റെ ഒരു കാര്യം, അതിനെക്കുറിച്ചൊരു ചെറിയ കഥ എന്ന് പറഞ്ഞുതരാം. ആ കഥ കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും എന്തിനാ ഉണ്ണീശോ കരഞ്ഞേന്ന്. ഓക്കെ? കഥ കേട്ടാലോ? ഓക്കെ ആണെങ്കിൽ എല്ലാരും ഇങ്ങനെ ഒന്ന് കാണിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. ഏഞ്ചൽ കൈ പൊക്കിയില്ലല്ലോ. പിങ്ക് ഡ്രസ് ഇട്ട ഒരു ഏഞ്ചൽ. ഓക്കെ. ഇപ്പൊ ഏഞ്ചൽ ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ കഥ എന്ന് പറയുന്നത്, ഈ കഥയ്ക്കകത്ത് 3 പിള്ളേരുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ 3 പിള്ളേര്. ഒരു ചേട്ടനും 2 ചേച്ചിമാരും. ഓക്കെ. അതിനകത്ത് ചേട്ടന്റെ പേരായിരുന്നു ഫ്രാൻചെസ്കോ. ചേട്ടന്റെ പേര് ഫ്രാൻചെസ്കോ. പിന്നെ എന്നാ പറയുന്നത്, രണ്ട് ചേച്ചിമാരും ഉണ്ട്. ഇവരെവിടെയാന്നറിയാവോ? ഇവര് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലല്ല. നമ്മളിപ്പോ ചിലര് നാട്ടിൽ നിന്നുണ്ട്, ചിലര് ബാംഗ്ലൂരിൽ നിന്നുണ്ട്, ചിലര് ജർമ്മനി, കാനഡ എന്നൊക്കെ ഇല്ലേ. ഇവരെവിടുന്നാന്നറിയാവോ? ഇവര് വന്ന സ്ഥലം, അടുത്ത പിള്ളേരുടെ ഫോട്ടോ ഒന്ന് കാണിക്കാവോ? 3 പിള്ളേരുണ്ടേ. ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ 3 പിള്ളേരെ? ഇവിടെ വേഷമൊക്കെ കണ്ടോ? നമ്മളിടുന്ന പോലത്തെ വേഷമാണോ? അല്ലല്ലേ? തലയിലൊക്കെ കണ്ട്. അതെന്ന് വെച്ചാൽ ഇവര് പണ്ട് ജീവിച്ച മനുഷ്യരാണ്. അപ്പൊ അന്ന് അവരുടെ ഡ്രസ്സിംഗ് ആയിരുന്നു. ആരാണ്ട് പറഞ്ഞു ഫാത്തിമ. ഫാത്തിമ എവിടെയാന്ന് അറിയാത്തവർക്ക് ഒരു പടം കാണിച്ചു തരാം. അടുത്ത ഒരാളുടെ പടം കാണിച്ചു തരും. ആ ആളുടെ കൺട്രി. ഇയാളെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയായിരിക്കുമോ? റൊണാൾഡോനെ എല്ലാവർക്കും അറിയാം. റൊണാൾഡോയുടെ ടീമാണ് പോർച്ചുഗൽ. ഈ പോർച്ചുഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നേരത്തെ കാണിച്ച 3 പിള്ളേരുടെ സ്ഥലം. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങൾ പോർച്ചുഗൽ എന്ന് കേൾക്കുമ്പോ റൊണാൾഡോ ഓർമ്മ വരും, ഈ 3 പിള്ളേരെ ഓർമ്മ വരണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ആ 3 പിള്ളേരെ ഒന്നുകൂടെ നോക്കാവേ. ആ 3 പിള്ളേരുടെ പേര് ചേച്ചി ഫുൾ പറയാം. ആ ബോയുടെ പേരാണ്, ചേട്ടന്റെ പേരാണ് ഫ്രാൻസിസ്കോ. മ്യൂട്ട് ചെയ്യണം, എല്ലാരും മ്യൂട്ട് ചെയ്യണം, എന്നാലേ കഥ ഫുൾ ആവത്തുള്ളേ. ഫ്രാൻസിസ്കോയ്ക്ക് ഇയേഴ്സ് ആയിരുന്നു. നമ്മുടെ ഇവിടെ 9 ഇയേഴ്സ് ഉള്ള കുറെ പേര് കാണും അല്ലേ? ഉള്ളവർ ഇങ്ങനെ കാണിച്ചാൽ മതിയേ. 9 ഇയേഴ്സ് ഉള്ളവരുണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ മതി, അൺമ്യൂട്ട് ചെയ്യണ്ട. നിങ്ങളുടെ പ്രായമാണ് ചേട്ടന്. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ലൂസിയ, 10 ഇയേഴ്സ്. നടുക്കത്തെ ചേച്ചി കണ്ടില്ലേ? പിന്നെ ജെസിന്ത, കുഞ്ഞു ചേച്ചി, 7 ഇയേഴ്സ്. ഇതിനകത്ത് ജെസിന്ത കുഞ്ഞു ചേച്ചിയും ആ ബോയും ബ്രദർ സിസ്റ്റർ ആയിരുന്നു. ഓക്കെ. നടുക്ക് നിൽക്കുന്നത് അവരുടെ കസിൻ സിസ്റ്ററാ. അപ്പൊ ഇവരെ 3 പേരുടെ കുറിച്ചാണ് നമ്മുടെ കഥ ഇന്നത്തെ. ഇവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ ഉണ്ണീശോ കരഞ്ഞെന്ന്. അപ്പൊ ഇവർ ആക്ച്വലി ഭയങ്കര പാവപ്പെട്ട ഫാമിലി ആയിരുന്നേ. ഇത് കണ്ടോ, ഇവരാണെങ്കിൽ സ്കൂളിലൊന്നും പോവാൻ ഇവർക്ക് പൈസ ഇല്ല. അപ്പൊ ഇവരുടെ പണി എന്നായിരുന്നു, ഇതുപോലെ ആട്ടുമാമനെ കണ്ടോ നിങ്ങള്? ബാബ ബ്ലാക്ക് ഷീപ്പ് അറിയാല്ലേ? ഇവരുടെ പണി, ഇവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇവര് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇവര് ഈ ആട്ടുമാമേനെ എല്ലാം കൊണ്ടുപോകും. ആടുകൾ ഇങ്ങനെ മേയ്ക്കാൻ ആട്ടുമാമയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പക്ഷെ ഇവർക്ക് സ്കൂളിലൊന്നും പോകാൻ പൈസ ഇല്ല, അവർ പോകത്തില്ല. അപ്പൊ അവരിങ്ങനെ പോകും. പക്ഷെ പോകുന്ന സമയത്ത് ഇവരെന്നാ ചെയ്യുന്നേ? ഈ ആടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവരിങ്ങനെ ഇരിക്കുമല്ലേ? പക്ഷെ ഇവര് കളിക്കും. അടിപൊളിയല്ലേ? ഇവര് ആടുകളെയൊക്കെ നോക്കി കളിച്ചുകൊണ്ടിരിക്കും. ഉച്ചയാകുമ്പോ പോയി ഭക്ഷണം കഴിക്കും. അവര് പൊതിഞ്ഞോണ്ടൊക്കെ പോവും, ഭക്ഷണം കഴിക്കും, പിന്നെ നോക്കും. വൈകിട്ടാകുമ്പോ ആടുകളൊക്കെ ആയിട്ട് തിരിച്ചു വരും. അപ്പം ഈ ഇവരുടെ അമ്മ അപ്പയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇവർ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിയുമ്പോ ഇവരൊരു കാര്യം ചെയ്യും. എന്താണെന്നറിയാവോ? ഇവര് കൊന്ത ചെല്ലുമായിരുന്നു. അത് അവരുടെ ഒരു പതിവായിരുന്നു. ഇവരെല്ലാ ദിവസവും ചോറുണ്ട് കഴിഞ്ഞ് ഒരു കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് ബാക്കി അവരുടെ കളിയെല്ലാം കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഒരു ദിവസം എന്നാ പറ്റിയെന്നറിയാവോ? ഇനി ചേച്ചി ഒരു പടം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഈ പടം കണ്ടോ? ഈ ചേട്ടൻ കണ്ടോ സ്പീഡിൽ ഓടുന്ന കണ്ടോ? അതുപോലെ ഇവര് ഒരു ദിവസം ഉച്ചയ്ക്ക് കൊന്ത ചൊല്ലി ഇവര് ഒരു ദിവസം കൊന്ത ചൊല്ലിയത് ഈ ചേട്ടൻ ഓടുന്നുണ്ടോ? അതുപോലെ ഇവര് കൊന്ത ചെല്ലാൻ തുടങ്ങി. എന്നാന്ന് വെച്ചാൽ ഇവര് ഭയങ്കര കളിയായിരുന്നു. അപ്പൊ കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ഈ ഫ്ലാഷ് ഭയങ്കര സ്പീഡിൽ ഓടും അല്ലേ? അതുപോലെ ഇവർ ഭയങ്കര കളിയായിരുന്നു. പക്ഷെ ഇവർ കൊന്ത മുടക്കിയല്ല. അപ്പൊ ഇവർ ഓർത്തു, അയ്യോ നമുക്കെന്നാ വേഗം കൊന്ത ചൊല്ലിട്ട് പോയി കളിക്കാം. അപ്പൊ ഇവര് എന്നാ സൂത്രം കാണിച്ചെന്ന് അറിയാവോ? ഇവരൊരു സൂത്രപ്പണി കാണിച്ചു. നമ്മളൊക്കെ എങ്ങനെയാ കൊന്ത ചെല്ലുന്നേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങനെയല്ലേ ചെല്ലുന്നേ? ഇവരെന്നാ കാണിച്ചെന്ന് അറിയാവോ? ഇവർക്ക് പെട്ടെന്ന് കൊന്ത തീരാൻ വേണ്ടി ഇവര് നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ ഇങ്ങനെ ചൊല്ലി അവരെ സ്പീഡ് തീർത്തു. എന്നിട്ട് ഇവര് വേഗം ഓടി കളിക്കാനായിട്ട്. അപ്പൊ അവർക്ക് വേഗം കളിക്കാലോ. അങ്ങനെ സൂത്രപ്പണി ചെയ്തു.
നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഒരു ദിവസം അവരങ്ങനെ ചെയ്തപ്പം എന്നാ പറ്റിയെന്നറിയാവോ? ഒരു ദിവസം അവരിങ്ങനെ പെട്ടെന്ന് സൂത്രപ്പണി ചെയ്ത് കളിക്കാൻ പോയേ. അപ്പഴത്തേനും ഭയങ്കര ഇടി വന്നു. ഇടി വന്നു ഭയങ്കര പെട്ടെന്ന് അവര് നോക്കി പേടിച്ചു പോയി. നോക്കിയപ്പം ഒരു മാലാഖ നിക്കുന്നു അവരുടെ ഫ്രണ്ടില്. ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് വെള്ള ഒരു മാലാഖ. അപ്പൊ അവര് പേടിച്ചു പോയി. അപ്പൊ മാലാഖ പറഞ്ഞു, "ഡു നോട്ട് ബി അഫ്രെയ്ഡ്. പേടിക്കണ്ടാന്ന്" പറഞ്ഞു. എന്നിട്ട് മാലാഖ ഉടനെ എന്നാ ചെയ്തു? മാലാഖയെ കണ്ടപ്പോ ഇവരാണെങ്കി പെട്ടെന്നങ്ങ് കുമ്പിട്ടു. മുട്ടുകുത്തി. മുട്ടുകുത്തിയിട്ട് ഏഹ് എന്നിട്ട് മാലാഖയെ കണ്ടു കഴിഞ്ഞപ്പത്തേക്കും മാലാഖയുടെ ഫോട്ടോ കാണണോ നിങ്ങക്ക്? ഒരു വൈറ്റ് കളർ ഫുൾ ലൈറ്റ് ഒക്കെ ഉള്ള ഒരു മാലാഖയായിരുന്നേ. അപ്പൊ മാലാഖ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട. സ്വർഗ്ഗത്തില് ഞാൻ സ്വർഗ്ഗത്തീന്ന് വരുവാ. എന്നിട്ട് ഇവര് മാലാഖയെ കണ്ടപ്പോ ഇവര് ഓട്ടോമാറ്റിക്കലി കുമ്പിട്ടു. കും ഇവര് മുട്ടുകുത്തിയപ്പോ മാലാഖ കുമ്പിട്ടിട്ട് പറഞ്ഞു, "നിങ്ങൾ ഇങ്ങനെ സ്പീഡിലാണോ ചെല്ലുന്നേ?" എന്നിട്ട് മാലാഖ 3 ടൈംസ് കുമ്പിട്ടു. കുമ്പിട്ടിട്ട് മാലാഖ ഒരു പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥനയാണ് ഇവിടെ താഴെ കാണുന്നത്. ചിലർക്ക് വായിക്കാൻ അറിയത്തില്ല. അത് സാരമില്ല. മൈ ഗോഡ് എന്നിട്ട് മാലാഖ പറയുന്ന അവര് റിപ്പീറ്റ് ചെയ്തു. ഐ ബിലീവ്, ഹോപ്പ്, അഡോർ ആൻഡ് ലവ് യു. ഐ ആസ്ക് സോറി ഫോർ ദോസ് ഹു ഡു നോട്ട് ബിലീവ്, ഹോപ്പ്, ലവ് ആൻഡ് അഡോർ യു. ഇങ്ങനെ പറഞ്ഞിട്ട് മാലാഖ കുമ്പിട്ടു. 3 ടൈംസ് ഇങ്ങനെ ചെയ്തു. അപ്പം ഈ പിള്ളാരും ഇത് തന്നെ ചെയ്തു. എന്നിട്ട് ഇവരിങ്ങനെ ഞെട്ടിയിരിക്കുവാണ് ഭയങ്കരായിട്ട്. എന്നിട്ട് മാലാഖ പറഞ്ഞേ, "നിങ്ങൾ ഈ പ്രാർത്ഥന കുറേ പ്രാവശ്യം ചെല്ലണം." എന്നിട്ട് എന്തിനാ ചെല്ലുന്നേ? മാലാഖ പറഞ്ഞു, "നിങ്ങൾക്കറിയാവോ ഉണ്ണീശോ ഭയങ്കര സാഡ് ആയിട്ടാ ഇരിക്കുന്നെ. ഭയങ്കര സങ്കടപ്പെട്ടാ ഇരിക്കുന്നെ." അപ്പൊ ഇവരിങ്ങനെ ഓർത്ത് അപ്പൊ ആ മാലാഖ പറയുവാ, "കുറേ പേര് കുറേ ബാഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ലോകത്ത്. കുറേ പേര് കുറേ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങള് പറഞ്ഞാ കേൾക്കുന്നില്ല. അപ്പൊ എല്ലാം കൂടി ആയിട്ട് ഉണ്ണീശോയ്ക്ക് അപ്പടി സങ്കടവാ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ണീശോയെ ആശ്വസിപ്പിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും കുറേ പ്രാവശ്യം ചെല്ലണംന്ന് പറഞ്ഞു." അപ്പൊ അവര് ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. മാലാഖ പറഞ്ഞു, "എല്ലാ ദിവസവും കൊന്ത ചെല്ലണം." അപ്പൊ അവര് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മാലാഖ പോയി. മാലാഖ പോയി കഴിഞ്ഞ് ഇവര് അത് കഴിഞ്ഞ് പിന്നെ എപ്പഴും ചെല്ലാൻ തുടങ്ങി. ഫ്രീ ടൈം കിട്ടുമ്പോ ഇവര് മാലാഖേനെ കണ്ടില്ലേ സ്വർഗ്ഗത്തീന്ന്. അപ്പൊ ഇവരിങ്ങനെ ചെല്ലാൻ തുടങ്ങിയേ. പിന്നെ ഒരു പ്രാവശ്യം മാലാഖ വന്നു. അങ്ങനെ 3 പ്രാവശ്യം മൊത്തം മാലാഖ വന്നു. മൂന്നാമത്തെ പ്രാവശ്യം മാലാഖ വന്നപ്പം നിങ്ങക്ക് പടം കാണാവോ? എന്നാ പടത്തിൽ കാണുന്നേ? ഈശോയുടെ ബോഡി ബ്ലഡ് ആണത് അല്ലേ? കുർബാന നമ്മള് കാണത്തില്ലേ? അപ്പൊ മാലാഖ വന്നിട്ട് മാലാഖ കുമ്പിട്ടു. അപ്പൊ ഇവരും കുമ്പിട്ടിട്ട് ഇവർക്ക് ഹോളി കമ്മ്യൂണിയൻ കൊടുത്തു. നമ്മള് പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയല്ലേ? അതുപോലെ മാലാഖ ഇവർക്ക് ഈശോനെ വായിലൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് മാലാഖ പറഞ്ഞു, "നിങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പ്രാർത്ഥന ചെല്ലണം. മറക്കല്ലേ." അപ്പൊ ഇവര് പറഞ്ഞു, "ആ മാലാഖ ഞങ്ങള് ചൊല്ലുന്നുണ്ടെന്നൊക്കെ" പറഞ്ഞേ. എന്നിട്ട് മാലാഖ പോയി. 3 പ്രാവശ്യം മാലാഖ അങ്ങനെ അവർക്ക് വേണ്ടി വന്നു. എന്നിട്ട് ഇവരെന്നാ ചെയ്തെന്നറിയാവോ ഈ പിള്ളാര്? ഇവര് മുട്ടുകുത്തി ഒരു ദിവസം ഇങ്ങനെ കുറേ പ്രാവശ്യം ചെല്ലുമായിരുന്നു. 100, 200 ടൈംസ് ഒക്കെ. നമ്മുടെ ഗ്രൂപ്പിലിടുന്ന സുഹൃത്ത് ജപമൊക്കെ നിങ്ങൾ അങ്ങനെ ചെല്ലണം. 100, 200 ടൈംസ് ഒക്കെ ചെല്ലണം. ഇവരാണെങ്കി മുട്ടുകുത്തി ഒരു ദിവസം ചൊല്ലി, 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 ചൊല്ലി മുട്ട് വേദനയെടുത്ത് അവരവസാനം വീണു. അത്രയും ചൊല്ലി അവര്. അപ്പൊ മാലാഖ പറഞ്ഞോണ്ട് നമ്മള് കേൾക്കണമല്ലോ. അങ്ങനെ അവര് ഉണ്ണീശോയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ചൊല്ലി. ഇതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്ത വർഷം ഇത് എപ്പഴാ സംഭവിക്കുന്നെ? പണ്ട്, പണ്ട്, പണ്ട് സംഭവിക്കുന്ന കഥയാണേ. അത് കഴിഞ്ഞ് അടുത്ത വർഷം മാലാഖ 3 പ്രാവശ്യം വന്നു പോയി. അയിന്റെ അടുത്ത വർഷം ഒരു ദിവസം. ഏത് ദിവസമാ? മെയ് 13th. അത് ഒരിക്കലും മറക്കല്ലേ. മെയ് 13th എന്ന് പറയുന്നത്. ഇന്ന് ഏത് ദിവസമാ? ഇന്ന് ഡിസംബർ 14th. ഇന്നലെ ഡിസംബർ 13th ആയിരുന്നു. അതുപോലെ അന്നത്തെ ദിവസം മെയ് 13th ഇവരിങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പം പിന്നെയും പെട്ടെന്ന് ഇടിയൊക്കെ വന്നിട്ട് അവര് നോക്കുമ്പോ അവിടെ ഒരു മരം ഉണ്ടായിരുന്നേ. ഒരു മരം. ആ മരത്തിന്റെ പേര് ഓക്ക് മരം എന്നായിരുന്നു. നിങ്ങക്ക് പടത്തിൽ കാണത്തില്ലേ? ഒരു മരത്തിന്റെ മണ്ടേൽ ഒരു ക്ലൗഡ്, ഒരു മേഘം. ആ മേഘത്തിന്റെ മണ്ടേൽ അവര് നോക്കുമ്പോ ഒരു സുന്ദരി ആന്റി. നമുക്കറിയാം ആന്റി ആരാന്നല്ലേ? അത് നമ്മുടെ അമ്മമാതാവാ. പക്ഷെ അവർക്ക് അന്നേരം മനസ്സിലായില്ല. അപ്പൊ അവര് നോക്കുമ്പോ നിറച്ച് വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി ഒരു ആന്റി. അവർക്കറിയത്തില്ല ആരാന്ന്. നിറച്ച് ലൈറ്റ്. ആന്റിയുടെ ചുറ്റും ലൈറ്റ്. ആന്റി എവിടെയാ വന്നേ? ഈ മരത്തിന്റെ മണ്ടേല്. ഒരു ഓക്ക് മരമായിരുന്നു. ഓക്ക് മരത്തിന്റെ മണ്ടേ വന്നു. നമ്മള് മാവ്, ഈ കോക്കനട്ട് ട്രീ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മരമായിരുന്നു ഓക്ക് ട്രീ. ആ ഓക്കിന്റെ മണ്ടേലാണ് അമ്മ മാതാവ് വന്നിട്ട്. അപ്പൊ ഇവര് ചോദിച്ചു, ഇവരിങ്ങനെ ഞെട്ടി. ഇത് ആരാ? അപ്പം അമ്മ മാതാവ് പറഞ്ഞു, ഐ ആം ഫ്രം ഹെവൻ എന്ന് പറഞ്ഞു. പേരൊന്നും പറഞ്ഞില്ല. ഐ ആം മദർ മേരി, അല്ല ഐ ആം മേരി അങ്ങനൊന്നും പറഞ്ഞില്ല. ഐ ആം ഫ്രം ഹെവൻ അത്രേ പറഞ്ഞോളൂ. ഞാൻ സ്വർഗത്തീന്ന് വന്നേക്കുവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലൂസിയ എന്ന് പറയുന്ന ചേച്ചി, മറ്റേ ഫോട്ടോയ്ക്കകത്ത് ഏറ്റവും നീളമുള്ള ചേച്ചിയില്ലേ? ചേച്ചി ചോദിച്ചു, യു ഫ്രം ഹെവൻ. അപ്പൊ ഞങ്ങള് സ്വർഗത്തിൽ പോവോന്ന് ചോദിച്ചു. അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു, നിങ്ങൾ എല്ലാരും സ്വർഗത്തിൽ പോവും. പക്ഷെ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടൻ. ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ പോണേ കുറെ കൊന്ത ചൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞു.
അപ്പൊ അപ്പം പിന്നെ അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ മറ്റേ കുഞ്ഞു ചേച്ചിയുണ്ട് ജെസിന്ത. ജെസിന്തേനെയും ചേട്ടനെയും ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് സ്വർഗത്തിലോട്ട് വിളിക്കും. ലൂസിയ, അതായത് ഈ സംസാരിക്കുന്ന ചേച്ചീനെ ഇച്ചിരിയും കൂടെ കഴിഞ്ഞേ വിളിക്കത്തുള്ളൂ. അപ്പൊ ലൂസിയ കരയാൻ തുടങ്ങി. അയ്യോ, എന്നെ മാത്രം എന്താ വിളിക്കത്തില്ല? അപ്പൊ മാതാവ് പറഞ്ഞു, വിളിക്കൂന്നേ, ആദ്യം ഞാൻ മറ്റവർ രണ്ടുപേരും വിളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ലൂസിയ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു, നിങ്ങൾ എല്ലാ മാസവും ഇന്ന് മെയ് 13th, ഇനി നിങ്ങൾ 6 മാസത്തേക്ക് എല്ലാ മാസവും 13th ഇവിടെ വരണം എന്ന് പറഞ്ഞു, ഈ ഓക്ക് മരത്തിന്റെ അടുത്ത്. ഇപ്പൊ മെയ് 13 അല്ലേ, അടുത്തത് 13th ജൂൺ, 13th ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെ ഒക്ടോബർ വരെ നിങ്ങൾ ഈ ഓക്ക് മരത്തിന്റെ അടുത്ത് എന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഓക്കെ എന്ന് പറഞ്ഞു. പേരെന്താന്ന് ചോദിച്ചപ്പം ആന്റി എന്ന് പറഞ്ഞ മാതാവ് പറഞ്ഞു, അത് ഞാൻ ഒക്ടോബറിൽ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ മാതാവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലണം എന്ന് പറഞ്ഞു. അത്രയും മാത്രമേ പറഞ്ഞോളൂ. എന്നിട്ട് മാതാവ് ഇങ്ങനെ കൈ വിരിച്ച് കാണിച്ചു. കൈ വിരിച്ചപ്പോ 2 കൈയിൽ നിന്നും പാം ഏതാ? നമ്മുടെ പാം, ഇതാ പാം. എന്നിട്ട് അമ്മ മാതാവ് കൈ വിരിച്ചു, പാം ഇങ്ങനെ കാണിച്ചപ്പോ ഭയങ്കര ലൈറ്റ് വന്നു. ലൈറ്റ് വന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെ മൂടി. എന്നിട്ട് ഇവരിങ്ങനെ ഇവർക്ക് ഭയങ്കര സന്തോഷവും നല്ല തണുപ്പൊക്കെ വന്നു. അങ്ങനെ എന്നിട്ട് അവര് തിരിച്ചുപോയി. തിരിച്ചു പോയിട്ട് അമ്മ മാതാവ് പറഞ്ഞ പോലെ അടുത്ത മാസം മെയ് കഴിഞ്ഞു, ഇനി ജൂൺ. അപ്പൊ ജൂൺ 13th ആയപ്പോ അവർ ഓടി വന്നു കളിക്കാനൊക്കെ. അന്ന് പിന്നെ ഇതുപോലെ ഇടി വന്നു. അവിടെ കണ്ടോ നിങ്ങൾ, ഒരു ഓക്കുമരം ഉണ്ട്, അവിടെ ഇടി വന്നു. ഇടി വന്നു കഴിഞ്ഞ് അവരിങ്ങനെ നോക്കിയപ്പോ ദാണ്ടെ നമ്മുടെ അമ്മ മാതാവ് നിൽക്കുന്നു. ഇതുപോലെ തന്നെ വൈറ്റ് ഉടുപ്പിട്ടിട്ട്. എന്നിട്ട് ഇപ്രാവശ്യം അമ്മ മാതാവിന്റെ ഹാർട്ട് കാണിച്ചു കൊടുത്തു. നേരത്തെ അവര് ഹാർട്ട് ഒന്നും കണ്ടില്ല, വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ടായിരുന്നേ. ഇപ്രാവശ്യം ഹാർട്ട് ഉണ്ടായിരുന്നു, റെഡ് കളർ ഹാർട്ട്. എന്റെ ഹാർട്ട് നിങ്ങൾക്ക് കാണാവോ? ചേച്ചിയുടെ ഹാർട്ട് കാണാവോ? ഇല്ല. പക്ഷെ അമ്മ മാതാവിന്റെ ഹാർട്ട് കണ്ടു. എന്നിട്ട് അമ്മ മാതാവ് പറഞ്ഞു, പിന്നെ ലൂസിയ നമ്മുടെ ചേച്ചി ചോദിച്ചേ, എന്നാ ചെയ്യാൻ, വാട്ട് ഡു യു വോണ്ട് ഫ്രം അസ് എന്ന് ചോദിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ മാതാവ് കണ്ടു, അമ്മ മാതാവ് ആദ്യം പറഞ്ഞു, അടുത്ത മാസം നിങ്ങൾ പിന്നെയും വരണം എന്ന് പറഞ്ഞു, ഓർമ്മിപ്പിച്ചു. പിന്നെ അമ്മ മാതാവ് പറഞ്ഞു, നിങ്ങൾ എന്റെ ഹാർട്ട് കണ്ടോ? ആ ഹാർട്ടിന് ചുറ്റും അടുത്ത പടത്തിൽ നിങ്ങൾക്ക് കാണാവേ, ഹാർട്ടിന് ചുറ്റും ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് മുള്ള്. ഇത് വേദന എടുക്കുക. അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു, എനിക്കും ഈശോയ്ക്കും ഒക്കെ ഭയങ്കര വേദനയാ, ഭയങ്കര സങ്കടമാ, ഈശോ എപ്പോഴും കരയുവാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു, എല്ലാരും ഇങ്ങനെ ബാഡൊക്കെ ചെയ്ത് ഈശോയോട് പ്രാർത്ഥിക്കാതെ നടന്ന് കുസൃതി അനുസരണക്കേടൊക്കെ കാണിച്ച് ഈശോയ്ക്ക് ഭയങ്കര സങ്കടവാ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്നാ പറഞ്ഞു, എല്ലാ ദിവസവും കൊന്ത ചെല്ലണമെന്ന്. അമ്മ മാതാവ് എപ്പോ കണ്ടാലും അതാ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞു, ഇപ്രാവശ്യവും പറയുക, എല്ലാ ദിവസവും കൊന്ത ചെല്ലണം. അപ്പൊ അവര് പറഞ്ഞു, ചെല്ലുന്നുണ്ട്. അപ്പൊ അവരൊന്ന് അങ്ങനെ നിങ്ങളുടെ നന്മ വന്നു പറയുമ്പോ നന്മ വന്നു പറയും, അങ്ങനൊന്നും അല്ല, പ്രോപ്പറായിട്ട് ചെല്ലണം എന്നല്ല. അപ്പൊ അവർ ശരി ശരി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവർ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ, അപ്പൊ ഇവർക്ക് ABCD ഒന്നും ഇവർ പഠിച്ചിട്ടില്ല. അപ്പൊ ഇവർക്ക് വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ലൂസിയായോട് പറഞ്ഞു. ലൂസിയ ആരാ? നമ്മുടെ ഒരു ടോൾ ചേച്ചിയില്ല, വലിയ ചേച്ചി. ആ ചേച്ചിയോട് പറഞ്ഞു, ലൂസിയ യു ഷുഡ് ലേൺ ടു റീഡ് എന്ന് പറഞ്ഞു. അതായത് വായിക്കാൻ പഠിക്കണം, ഇനി ABCD ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ലൂസിയ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞേ. എന്നിട്ട് പിന്നെ ആസ് യൂഷ്വൽ കൈ നീട്ടി അമ്മ മാതാവ് പോയി. പക്ഷെ അമ്മ മാതാവ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ത്യാഗങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ മാലാഖ വന്നപ്പോൾ ഇവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ ചേച്ചി ചോദിക്കട്ടെ, സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്നാ? ത്യാഗം, നിങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന പിള്ളേരാണോ? സാക്രിഫൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നിയില് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് വേണ്ട. അതായത് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ആരാ നേരത്തെ ചേച്ചി രണ്ടുപേരെ കണ്ടായിരുന്നു, മിയ, പിന്നെ വേറൊരു ബ്രദർ സിസ്റ്റർ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ജിയാന ആൻഡ് ഡിംഫ്ന സപ്പോസ്, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ജിയാനയ്ക്ക് അമ്മ കൊണ്ടുവന്ന് ഒരു മുട്ടായി കൊടുത്തു. അപ്പൊ ജിയാന വിചാരിക്കും, ഇത് ഞാൻ സാക്രിഫൈസ് ചെയ്യാം, ത്യാഗം ചെയ്യാം. അപ്പൊ ജിയാന എന്ത് ചെയ്യും? ജിയാന ഡിംഫ്നയോട് പറയും, എനിക്ക് വേണ്ട, ഡിംഫ്ന എടുത്തു എന്ന് പറയും. അതൊരു ടൈപ്പ്. അല്ലെങ്കിൽ നമ്മള് എന്നാ പറയുന്നത്, നമ്മളിപ്പം ഇച്ചിരി വേദന വരുവാ, അപ്പം നമ്മള് എന്നാ പറയുന്നത്, വേദന വരുമ്പോ നമ്മൾ അത് സഹിക്കും. അപ്പൊ അങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പൊ പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇനി അടുത്ത ദിവസമായി, അടുത്ത മാസം 13th ജൂലൈ ആയി. ജൂലൈയില് മാതാവ് വന്നപ്പോ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എന്നാന്നറിയാവോ? മാതാവ് വന്നിട്ട് അവരോട് കൈ വിരിച്ച് ഇങ്ങനെ കാണിച്ചപ്പം ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ക്രാക്ക് വന്നിട്ട് ഗ്രൗണ്ട് പൊട്ടിയിട്ട് ഇവരെന്താ കണ്ടേന്നറിയാവോ? ഏ ഇവര് കണ്ടു. അടുത്ത കടത്തിൽ കണ്ടോണം, ആരും പേടിക്കില്ല കേട്ടോ. ഇവര് നരകം കണ്ടു. നരകം കാണിച്ചു കൊടുത്തു മാതാവ്. അമ്മ മാതാവ് നരകം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ, കുറെ മനുഷ്യര് നരകത്തിൽ പോവാ. അപ്പൊ നിങ്ങള് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ഇവരൊക്കെ നരകത്തിൽ പോവാതിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട്
അപ്പൊ ഇവര് ശരി ശരി ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാ മാസവും ഒക്ടോബർ വരെ ഇവര് പോയി. കണ്ടോ നരകത്തിൽ വീഴുന്നുണ്ട് എല്ലാരും. നമ്മൾ ബാഡ് ചെയ്താൽ നമ്മളും ഇങ്ങനെ വീണു പോകും. അപ്പൊ അമ്മ മാതാവ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കരുത്. പ്ലസ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ശരി പ്രാർത്ഥിക്കാം. മാതാവ് പറഞ്ഞു എല്ലാ ദിവസവും കൊന്ത ചെല്ലണം. ആ ശരി ശരി ചെല്ലാന്ന് പറഞ്ഞു. എന്നാലേ ഈശോയ്ക്ക് സന്തോഷം ആവത്തുള്ളൂ. അല്ലെ നമ്മളെല്ലാം ഇങ്ങനെ വീഴുന്നാണ്ട ഈശോയ്ക്ക് സങ്കടം വരും. എന്നിട്ട് അവസാനം ഒക്ടോബർ ആയപ്പോ ഒക്ടോബർ ആണ് ലാസ്റ്റ് വരാൻ പോകുന്ന മാസം. അപ്പൊ അമ്മ മാതാവ് പറഞ്ഞ അന്ന് ഞാൻ പറയും എന്റെ പേരെന്താന്ന് പറയും എല്ലാം പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പിള്ളേർക്ക് കാണാവുന്ന അവിടെ ഉള്ള എല്ലാരും അറിഞ്ഞു. അപ്പൊ ഒക്ടോബർ 13 അപ്പൊ ഒത്തിരി മനുഷ്യർ വന്നു കാണാൻ എന്താ സംഭവം. അവർക്കാർക്കും മാതാവിനെ കാണുന്നില്ല. പക്ഷെ അവരറിയാൻ വേണ്ടി വന്നു. അന്ന് ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ. പക്ഷെ അമ്മ മാതാവ് വരുന്ന സമയം ആവാറായപ്പോ പെട്ടെന്ന് വെയിലായി. വെയിലായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാവോ നിങ്ങക്ക്? നിങ്ങൾ കണ്ടോണം അടുത്ത പടത്തില്. സണ്ണുണ്ടല്ലോ പെട്ടെന്ന് സൂര്യൻ വന്നിട്ട് സൺ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അതെല്ലാരും കണ്ടു സണ്ണ് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ എല്ലാരും ഞെട്ടിപ്പോയി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഓ ശരിക്കും മാതാവ് വരുന്നുണ്ട്. ഓ ശരിയാ ശരിയാ. പിന്നെ അതല്ലാതെ വേറൊരു അത്ഭുതവും കൂടെ നടന്നു. അന്ന് അവർ ആകാശത്ത് വേറെ 3 പടങ്ങളും കൂടെ കണ്ടു. എന്താണെന്നറിയാവോ? ഈ 3 പടങ്ങള്. ഒരെണ്ണം ലേഡി ഓഫ് സോറോസ് അത് മാതാവിന്റെ ഒരു പടം. സെന്റ് ജോസഫ് പിന്നെ മൗണ്ട് കാർമൽ. നമ്മുടെ കഥ തീരാറായേ. അപ്പൊ അത് കഴിഞ്ഞ് അവസാനം മാതാവ് പറഞ്ഞ എന്നാന്നറിയാവോ? ഇനി നമുക്ക് ലാസ്റ്റ് പടത്തിൽ പോവാവേ. അപ്പൊ മാതാവ് നമ്മളോടും പറയുന്നത് എന്നാന്നറിയാവോ? നമ്മൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലണം. നല്ലായിട്ട് ചെല്ലണം. പിന്നെ നിങ്ങൾ പറ്റുമ്പോഴൊക്കെ ത്യാഗം ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഭയങ്കര വെയിലാന്ന് ഓർത്ത്. അപ്പൊ നിങ്ങൾ പറയണം ഈശോയെ ഭയങ്കര വെയിലാണ് പറയുന്ന പകരം നിങ്ങൾ പറയണം ഈ വെയില് കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം. ആരും നരകത്തിൽ പോകാതിരിക്കാൻ ഞാൻ സഹിച്ചോളാം എന്ന് പറയണം. ഓക്കെ? അല്ലെ നമ്മുടെ ഫുഡ് വരാൻ ഇച്ചിരി ലേറ്റ് ആയി. അമ്മാ എന്ന് പറഞ്ഞ് കൂവരുത്. നമ്മൾ സഹിച്ച് വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഈശോയോട് പറയണം ഇത് ഞാൻ എന്റെ സാക്രിഫൈസാ ത്യാഗമാന്ന് പറയണം. ഓക്കെ? അപ്പൊ എല്ലാ ദിവസവും കൊന്ത ചെല്ലണം. പിന്നെ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുഞ്ഞു 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 ത്യാഗം ചെയ്തിട്ട് ഉണ്ണീശോയുടെ കരച്ചിലൊക്കെ മാറ്റണം. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാരും ഇങ്ങനെ ഒന്ന് കാണിച്ചേ? ഓക്കെ? ഓക്കെ. അപ്പൊ ആവേ മരിയ.